മമ്മി ഞാൻ പോകുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് സങ്കടമായിക്കല എന്തോ നായിക്ക് ഉറങ്ങിയിട്ടോ ഇവനെന്നാവുന്ന. അങ്ങനെ തിരിച്ച് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവാന്ന്. ഞാൻ പോവാന്ന് പറഞ്ഞതിന്റെ സങ്കടത്തിലാണ് അമ്മയും അച്ഛനും. പോകുന്നതിന് മുന്നേ ഞങ്ങൾ 4 പേരുള്ള ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോ എടുക്കുന്നല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഡ്രസ്സ് മാറാൻ പോയി. അമ്മ ഓൾറെഡി ഡ്രസ്സൊക്കെ മാറി വന്ന്. അപ്പത്തെ 3ാമത്തെ ഒരുത്തൻ ഞാൻ ഡ്രസ്സൊന്നും മാറുന്നില്ല, എനിക്കിത് തന്നെ മതി എന്ന് അച്ഛൻ ഓടിച്ചു വിട്ട്. അങ്ങനെ ഇതാ ഡ്രസ്സ് മാറി നോക്കുമ്പോ ഇട്ടതാരെ ഡ്രസ്സാ? അച്ഛൻ്റെത്. അച്ഛൻ പറഞ്ഞുകൊണ്ട് അച്ഛന്റെ ഡ്രസ്സ് തന്നെ എടുത്തു. എനിക്ക് എന്തായാലും പോകേണ്ടതായതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ റെഡി ആയി നിൽക്കുന്നു. നേരത്തെ അനിയ റെഡി ആകാൻ പോയ നേരം കൊണ്ട് ഞാൻ പറഞ്ഞ അമ്മേന്റെ അച്ഛന്റെ ഫോട്ടോ എടുത്തു തരാം. യൂട്യൂബിലിടരുത് നമ്മ പ്രത്യേകം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെ അല്ലേ അമ്മയെ യൂട്യൂബിലെടുത്തിടേണ്ടത്. ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ബാക്ക് ടു കുക്കിംഗ്. ഇതെനിക്ക് കൊണ്ടുപോകാനുള്ള വീട്ടിൽ കുലച്ച വാഴപ്പഴം. ഇതൊക്കെ എടുത്ത് ബസ് പോകണ്ടേന്ന് വിചാരിച്ചു ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ട്. വേണ്ടാന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഓരോ സാധനം കൈ പിടിപ്പിച്ചിരും. അച്ഛൻ ഇതാ പാക്ക് ചെയ്തോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഫുഡും കഴിച്ച് അച്ഛനോട് അമ്മേനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി. സഞ്ചിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മെല്ലെ അത് അനിയന്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അമ്മമ്മേനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.